ജപ്പാനിലെ ഒരു കാട്ടിലേക്ക് ഹീറോയിന്റെ അനിയത്തി പോകുന്നു. അവളെ അന്വേഷിച്ച് ഹീറോയിൻ ഇറങ്ങുന്നു. ആ കാട് നിഗൂഢമായൊരു പ്രേത കാടാണ്. ജപ്പാനിലെ ഈ ഓക്കിഗഹാറ എന്ന കാടിനെ പറ്റി പല പ്രേത കഥകളും യഥാർത്ഥത്തിലുള്ളതുമാണ്. അപ്പോൾ ഈ പ്രേത കാട്ടിലേക്കാണ് ഹീറോയിൻ പോകുന്നത്. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2016 ഇറങ്ങിയ ദ ഫോറസ്റ്റ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ഓക്കിഗഹാറ എന്നൊരു കാടാണ്. അവിടെ ഒരു പെണ്ണ് ഓടിപ്പോകുന്നതായിട്ട് നമ്മളെ കാണിക്കും. പിന്നീട് മറ്റൊരു പെണ്ണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നതായിട്ടും കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോയിൻ. അവളെപ്പോലെ തന്നെയുള്ള ഒരു ടിൻ സിസ്റ്ററുണ്ട്. ഇവളുടെ പേരാണ് ടെറി. ടെറി വർക്ക് ചെയ്യുന്നത് ജപ്പാനിൽ ഒരു സ്കൂളിൽ ടീച്ചറായിട്ടാണ്. ടെറി ജപ്പാനിലേക്ക് ഓക്കിഗഹാറ എന്നൊരു കാട്ടിലേക്ക് കുട്ടികളുമായിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിൽ ടെറി മിസ്സാകുകയും ചെയ്തു. അതറിഞ്ഞ ഹീറോയിൻ അവളെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഹീറോയിൻ ജപ്പാനിലേക്ക് ചെന്ന ശേഷം വീണ്ടും ടെറിയെ വിളിക്കും. പക്ഷെ അവൾ ഫോൺ എടുക്കുന്നേയില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഒരു ടാക്സിയിൽ കയറി യാത്ര തുടങ്ങും. വണ്ടിയിലിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കും. അന്ന് ടെറി മിസ്സായ ടൈമിൽ ഹീറോയിൻ പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസാണെങ്കിലോ ആ കാട്ടിലേക്ക് പോയാലും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നിന്റെ അനിയത്തി മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഹീറോയിനോട് പറയും. ഇതൊക്കെ ഓർത്ത് ഹീറോയിൻ നല്ലപോലെ വിഷമിക്കും. പിന്നീട് ഹീറോയിൻ അവളുടെ ഹോട്ടലിലെ റൂമിലേക്ക് പോകും. അവിടെ ചെന്ന ശേഷം ഇന്റർനെറ്റിൽ ഓക്കിഗഹാറ എന്ന കാടിനെ പറ്റി അവൾ കുറെ സെർച്ച് ചെയ്യും. ആ ടൈമിൽ വരുന്ന പടങ്ങളാണെങ്കിലോ ഉണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം ഹീറോയിൻ ടെറി വർക്ക് ചെയ്ത സ്കൂളിലേക്ക് പോകും. അവിടെ ചെന്ന് ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവിടെയുള്ള ഒരു കുട്ടി ഹീറോയിനെ കണ്ട് നിലവിളിക്കുന്നത്. ഇത് കണ്ട ഹീറോയിനും ഒന്നും പിടികിട്ടുന്നില്ലായിരുന്നു. പിന്നീട് ആ കുട്ടിയെ ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക് കൊണ്ടുപോകും. ഹീറോയിൻ ആ കുട്ടിയോട് ചോദിക്കും, എന്തിനാണ് നീ എന്നെ കണ്ടപ്പോൾ കാറിയതെന്ന്. ഇതൊക്കെ കേട്ട ആ കുട്ടി നിങ്ങളെ കാണാൻ ടീച്ചറായ ടെറിയുടെ അതേ ലുക്കുണ്ടെന്നും ടെറിയുടെ പ്രേതമാണെന്ന് ഓർത്തെന്നുമൊക്കെ പറയും. ആ ടൈമിൽ ഹീറോയിൻ ഹെഡ് മാസ്റ്ററിനോട് പറയും, എനിക്ക് ആ കാട്ടിലേക്ക് പോകണമെന്ന്. ഇത് കേട്ട ഹെഡ് മാസ്റ്റർ പറയും, അങ്ങോട്ടേക്ക് പോകുന്നത് വളരെ പ്രയാസമാണ്. അങ്ങോട്ട് പോയ ആളുകളാരും പിന്നീട് വന്നിട്ടില്ലെന്നും നല്ല ഡേഞ്ചർ ആണെന്നും ഒക്കെ പറയും. പക്ഷെ ഇതൊക്കെ കേട്ട ഹീറോയിൻ ഇതൊന്നും കാര്യമാക്കി എടുക്കത്തേയില്ല. പിന്നീട് ഹീറോയിൻ ഒന്നും നോക്കാതെ കാട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. ട്രെയിനിലാണ് ഹീറോയിൻ യാത്ര ചെയ്തത്. ആ ടൈമിലൊക്കെ ഹീറോയിന് ടെറിയെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു. അങ്ങനെ ഹീറോയിൻ കുറേ ടൈമിലെ യാത്രയ്ക്ക് ശേഷം സ്റ്റേഷനിൽ ഇറങ്ങും. പക്ഷെ അവിടെ ഹീറോയിൻ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒറ്റ മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ സ്റ്റേഷനിൽ നിന്ന് കാട്ടിലേക്ക് നടക്കും. ആ ടൈമിലാണ് അവിടെ വീട് പോലെ എന്തോ ഒന്ന് കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ അവിടെ കയറി അവിടെയുള്ള സ്ത്രീയോട് ഹീറോയിൻ്റെ അനിയത്തിയെപ്പറ്റി ചോദിക്കും. ടെറിയുടെ ഫോട്ടോ കണ്ട ആ സ്ത്രീ, നീ അന്വേഷിക്കുന്ന ആളെ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ബേസ്മെൻറ്റിലേക്ക് പോകും. ഇത് കണ്ട ഹീറോയിന് ഒന്നും പിടികിട്ടില്ല. നിന്റെ അനിയത്തിയെ കാണണമെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ആ സ്ത്രീ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ബേസ്മെൻറ്റിൻ്റെ അകത്തേക്ക് പോകും. അപ്പോഴാണ് കാണിക്കുന്നത് അവിടെ കുറെ ബോഡി ഉള്ളത്. കാരണം ആ കാട്ടിൽ പോയി മരണപ്പെട്ടവരുടെ ബോഡി ഈ സ്ത്രീ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാനായി. ഈ കൂടെ നിന്റെ അനിയത്തി ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ ശേഷം സ്ത്രീ മുകളിലേക്ക് പോകും. ആ ടൈമിലാണ് ഹീറോയിൻ അവിടെ ഉള്ളൊരു ബോഡി പൊക്കി നോക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ പേടിക്കുകയും അറപ്പാകുകയും ചെയ്യും. ഹീറോയിൻ അവിടുന്ന് മുകളിലേക്ക് വന്ന ശേഷം എൻ്റെ അനിയത്തി കാട്ടിൽ മിസ്സായതേ ഉള്ളൂ, മരണപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. കുറച്ച് നടന്ന ശേഷം ഹീറോയിൻ ഫോൺ എടുത്ത് വിളിക്കാനായി തുടങ്ങും. ആ ടൈമിലാണ് അവിടെയുള്ള മറ്റൊരു പെണ്ണ് പറയുന്നത്, ഇവിടെ ഒരു ഫോണിനും റേഞ്ച് കിട്ടില്ലെന്ന്. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും, നിങ്ങൾക്ക് കാട്ടിലേക്കുള്ള വഴി അറിയാമോ, എൻ്റെ കൂടെ വന്നൊന്ന് കാണിച്ചു തരുമോ എന്ന്. ഇത് കേട്ട ആ പെണ്ണ് പറയും, ഈ കാട്ടിലേക്കുള്ള വഴിയോ, ഇങ്ങോട്ട് പോയവരുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മെയിൻ റോഡിൽ കൂടി കാട് കണ്ട ശേഷം വീട്ടിലേക്ക് പോക്കോളാൻ ഹീറോയിനോട് പറയും. പക്ഷേ ഹീറോയിൻ ഇതൊന്നും കാര്യമാക്കാതെ വീണ്ടും നടക്കും. ആ ടൈമിൽ എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോഴോ കുറേ കുട്ടികൾ കാട്ടിൽ നിറങ്ങി വരും. അവിടെ നിന്ന് അവർ ഒരു ഹോട്ടലിലേക്ക് പോകുന്നതായിട്ടും ഹീറോയിൻ കാണും. അതൊരു വലിയ ഹോട്ടലായിരുന്നു. ഇത് കണ്ട ഹീറോയിനും ആ ഹോട്ടലിനകത്തേക്ക് കയറും. അങ്ങനെ അകത്ത് കയറിയ ഹീറോയിൻ ഡ്രിങ്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മറ്റൊരാളെ ഹീറോയിൻ കണ്ടുമുട്ടുന്നത്. ഇവൻ്റെ പേരാണ് എയ്ഡൻ. എയ്ഡനും ഹീറോയിനും തമ്മിൽ പല കാഷ്വലായിട്ടുള്ള കാര്യങ്ങളും പറയും. ആ ഒരു ടൈമിലാണ് ഹീറോയിൻ ടെറി മിസ്സായതും കാട്ടിലേക്ക് പോയതുമുള്ള കാര്യങ്ങളെല്ലാം എയ്ഡനോട് പറയുന്നത്. ഇത് കേട്ട എയ്ഡൻ പറയും, കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അനിയത്തി നല്ല ധൈര്യമുള്ളവളായിരിക്കുമല്ലോ എന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും, അതെ, അവൾ നല്ല ധൈര്യമുള്ളവളാണ്. പണ്ട് ഞങ്ങളുടെ അമ്മ മരണപ്പെട്ടതായിരുന്നു. അതിനുശേഷം അച്ഛൻ ആത്മഹത്യയും ചെയ്തു. ഒരിക്കൽ ഹീറോയിൻ നോക്കുമ്പോൾ അച്ഛൻ്റെ ബോഡി കിടന്ന റൂമിലേക്ക് ടെറി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് കയറാൻ ഹീറോയിന് നല്ല പേടിയുമായിരുന്നു. ടെറി ആ റൂമിലേക്ക് പോയി ബോഡി നോക്കി നിന്ന കാര്യങ്ങളൊക്കെ ഹീറോയിൻ ഏഡനോട് പറയും, ഞാൻ എന്തായാലും ടെറി അന്വേഷിച്ച് ആ കാട്ടിലേക്ക് പോവുകയാണെന്ന്. ഏഡൻ പറയും, എന്തായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട, എൻ്റെ കൂടെ ഒരു ഗൈഡുമുണ്ട്, ഈ കാടിനെ പറ്റി എല്ലാം അറിയാവുന്ന ഗൈഡ്.
അതുകൊണ്ട് ഞാനും ഗൈഡും കൂടി കൂടെ വരാമെന്ന് പറയും. അങ്ങനെ ഹീറോയിൻ ആ ഹോട്ടലിൽ തന്നെ റൂം എടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ഒരു കിളവിയുടെ പ്രേതം വരുന്നത്. പക്ഷെ അത് ശരിക്കും പ്രേതമല്ലായിരുന്നു, വട്ടായൊരു കിളവിയായിരുന്നു. അങ്ങനെ കിളവിയുടെ മോള് വന്ന് പുള്ളിക്കാരി അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും. ഹീറോയിൻ അന്ന് രാത്രി നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ എയ്ഡനെ കാണാനായി പോകും. കൂടെ ആ ഗൈഡും ഉണ്ടായിരുന്നു. ഗൈഡ് ഹീറോയിനോട് ചോദിക്കും ആ കാട്ടിലേക്ക് പോകാനുള്ള ധൈര്യമുണ്ടോ എന്ന്. ഇത് കേട്ട ഹീറോയിൻ ഉണ്ടെന്നും പറയും. ഹീറോയിനും കാര്യങ്ങളെല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ ഗൈഡും എയ്ഡനും ഹീറോയിനും കൂടി കാട്ടിലേക്ക് യാത്ര തുടങ്ങും. അവിടെ ചെന്ന ശേഷം നോ എൻട്രി എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. എയ്ഡനും ഗൈഡും അത് മുറിച്ച് കടക്കും. പക്ഷേ ഹീറോയിൻ അവിടെ കുറച്ചു നേരം നിൽക്കും. അവൾ അവിടെ മുഴുവൻ ഒന്ന് നോക്കും. കാരണം ഹീറോയിന് കാട്ടിലെത്തിയപ്പം ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നീട് ഹീറോയിനും ആ ബോർഡ് മുറിച്ച് കടക്കും. കുറച്ചകത്തേക്ക് എത്തിയ ശേഷം എയ്ഡൻ കോമ്പസ് എടുത്ത് നോക്കും. പക്ഷേ ആ കോമ്പസ് വെറുതെ കറങ്ങുകയായിരുന്നു. ഇത് കണ്ട ഗൈഡ് പറയും ഇവിടെ കോമ്പസ് ഒന്നും വർക്കാകില്ല, ഇവിടെ വേണ്ടത് ആകെ ധൈര്യം മാത്രമാണ്. ഇവിടെ നമ്മൾ പല കാഴ്ചകളും കാണും, പക്ഷെ അതിൽ പകുതിയും നമ്മുടെ മൈൻഡിൻ്റെ തോന്നലായിരിക്കും. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കാതെ നടന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ 3 പേരും വീണ്ടും യാത്ര തുടങ്ങുമ്പം അവിടെ പല മരങ്ങളിലും കയറ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ ഇതെന്തിനാണെന്ന് ചോദിക്കും. ഗൈഡ് പറയും കാട്ടിലേക്ക് പോയവരുടെ വഴി പലപ്പോഴും തെറ്റാറുണ്ട്, അതുകൊണ്ട് വഴി മറക്കാതിരിക്കാൻ വേണ്ടി അവർ കയറ് കെട്ടുന്നതാണെന്ന്. അങ്ങനെ 3 പേരും വീണ്ടും യാത്ര തുടങ്ങും. ആ ടൈമിലാണ് ഹീറോയിൻ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നത്. ഗൈഡ് വന്ന് നോക്കുമ്പോഴോ അവിടെ ഒരാൾ തൂങ്ങി നിൽക്കുന്നു. ഇത് കണ്ട് ഗൈഡ് പറയും ഓ ഇതൊന്നും കാര്യമാക്കണ്ട, കാരണം ഈ കാടിൻ്റെ പേര് ആത്മഹത്യയുടെ കാടെന്നാണ്, അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം പതിവാണെന്ന് പറയും. പിന്നീട് എയ്ഡനും ഗൈഡും കൂടി ആ ബോഡി അവിടെ നിന്ന് അറുത്ത് താഴേക്കിടുകയും ചെയ്യും. പിന്നീട് എയ്ഡനും ഗൈഡും കുറച്ച് മുന്നേ നടക്കും. പക്ഷേ ഹീറോയിൻ പുറകെയാണ് വരുന്നത്. ആ ടൈമിൽ ഹീറോയിൻ മറ്റൊരു വഴി കാണും. ആ വഴിയുടെ അകത്ത് നിന്ന് ഹീറോയിൻ ഒരു പെണ്ണിൻ്റെ ശബ്ദവും കേൾക്കും, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ്. ഇത് കേട്ട ഹീറോയിന് ടെറി ഈ വഴിയായിരിക്കും പോയിട്ടുണ്ടാകുക എന്ന് തോന്നും. അങ്ങനെ ഇത് കേട്ട ഹീറോയിൻ 2 പേരെയും വിളിച്ച് ആ വഴി യാത്ര തുടങ്ങും. ആ ടൈമിലാണ് അവിടെ ഒരു മഞ്ഞ ടെൻറ്റ് കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ഓടിപ്പോകും. ഇത് ടെറിയുടെ ടെൻറ്റാണെന്ന് ഹീറോയിൻ പറയും. പിന്നീട് അവൾ അകത്തേക്ക് കയറിയ ശേഷം അതിനുള്ളിൽ ടെറിയുടെ പല ബുക്കും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ടെറി ഇല്ലായിരുന്നു. ആ ടൈമിൽ രാത്രിയായി തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. ഇത് കണ്ട് ഗൈഡ് പറയും എന്തായാലും ടെൻറ്റ് കണ്ടുപിടിച്ചില്ലേ, ഇനി നമുക്കിവിടെ ലെറ്റർ എഴുതി വെച്ച ശേഷം പോയേക്കാമെന്ന്. പക്ഷേ ഇതിനെ ഹീറോയിൻ സമ്മതിക്കില്ലായിരുന്നു. ഗൈഡ് പറയും നമുക്കിങ്ങോട്ടേക്ക് വീണ്ടും നാളെ വരാമെന്ന്. പക്ഷേ ഹീറോയിൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. ഇതെല്ലാം കണ്ട ഗൈഡ് എന്തായാലും അവൻ അവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിക്കും. അവൻ എയ്ഡനോട് വരുന്നുണ്ടെന്ന് ചോദിക്കും. പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ എയ്ഡന് മടിയുണ്ടായിരുന്നു. എയ്ഡനും ഇവളുടെ കൂടെ നിൽക്കാമെന്ന് ഓർക്കും. രാവിലെ ഇതേ പ്ലേസിൽ വന്ന് ഞങ്ങളെ കണ്ടുമുട്ടിയാൽ മതിയെന്ന് എയ്ഡൻ ഗൈഡിനോട് പറയും. ഇതെല്ലാം കേട്ട ഗൈഡ് കുറച്ച് ഉപദേശവും കൊടുത്ത ശേഷം അവിടുന്ന് പോകുകയും ചെയ്യും. അങ്ങനെ രാത്രിയാകുമ്പം എയ്ഡൻ പുറത്ത് കിടക്കും, ഹീറോയിൻ ടെൻറ്റിനകത്തും കിടക്കും. ആ ടൈമിൽ ഹീറോയിൻ ടെറി എഴുതി വെച്ച കുറേ നോട്ടുകൾ എടുത്ത് വായിക്കും. അതൊക്കെ വായിക്കുമ്പം അവൾക്ക് ടെറിയുടെ പഴയ ഓർമ്മകളും വരും. അങ്ങനെ വായിച്ച് ഹീറോയിൻ ഉറങ്ങിപ്പോവുകയും ചെയ്യും. ആ ഒരു ടൈമിലാണ് ഹീറോയിൻ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്. എന്തോ കൈ വരുന്നത് പോലെയും അവൾക്ക് തോന്നും. അവൾ ടെൻറ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോഴോ 3 പ്രേതങ്ങൾ അവിടെ നിൽക്കുന്നു. അത് പെട്ടെന്ന് ഹീറോയിനെ പിടിക്കാനായി വരും. ആ ടൈമിലാണ് ഹീറോയിൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നത്. കാരണം അത് ഹീറോയിൻ്റെ ഡ്രീമായിരുന്നു. പിന്നീട് ഹീറോയിൻ ശരിക്കും ആ ടെൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കും. ആ ടൈമിൽ അവിടെ ആരുമില്ലായിരുന്നു. ഇതൊക്കെ ഗൈഡ് പറഞ്ഞതുപോലെ ഇമാജിനേഷൻ ആയിരിക്കുമെന്ന് ഹീറോയിൻ ഓർക്കും. പക്ഷെ ആ ടൈമിൽ എന്തോ ശബ്ദം കേൾക്കും. ഇത് കണ്ട് ഹീറോയിൻ അവിടെ ചെല്ലുമ്പോഴോ അവിടെ യൂണിഫോം ഇട്ടൊരു പെൺകുട്ടി നിൽക്കുന്നു. ആ പെൺകുട്ടി ഹീറോയിനോട് പറയും ടെറിയെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഇത് കേട്ട ഹീറോയിൻ ശരിക്കും ഷോക്കാകും. ആ ടൈമിലാണ് കുട്ടി പറയുന്നത് കൂടെയുള്ള ആരെയും വിശ്വസിക്കരുത്, ഈ കാട്ടിലുള്ള ആരെയും വിശ്വസിക്കല്ലെന്ന്. അതോടൊപ്പം തന്നെ ടെറി നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും പറയും. ഈ ടൈമിലാണ് എയ്ഡൻ വിളിക്കുന്നത്. ഇത് കേട്ട ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോകും. ഹീറോയിന് പുറകെ ഓടിപ്പോകും. പക്ഷേ ഹീറോയിൻ അവളെ പിടിക്കാൻ പറ്റില്ല. ഹീറോയിൻ അവിടെ തെന്നി വീഴുകയും ചെയ്യും. അങ്ങനെ എയ്ഡൻ ഹീറോയിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ഹീറോയിൻ ആ കുട്ടിയെ കണ്ട കാര്യം മാത്രം പറയും. പക്ഷേ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും എയ്ഡനോട് പറയില്ല. എയ്ഡൻ ഹീറോയിനോട് പറയും എന്തായാലും ഇത്ര ടൈം ആയില്ലേ, ടെറി ഇതുവരെ വന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ ലെറ്റർ എഴുതി വെച്ച ശേഷം പുറത്തുപോയി പോലീസിനോട് കാര്യങ്ങളെല്ലാം പറയാമെന്ന്. ലെറ്റർ കാണുമ്പം ഇവരിവിടെ വന്നെന്നുള്ളത് ടെറിക്ക് പിടികിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഹീറോയിനും ഇതുപോലെ തന്നെ ചെയ്യാമെന്ന് ഓർക്കും. അങ്ങനെ രാവിലെ ആകുമ്പം 2 പേരും ഇവിടുന്ന് പുറത്തേക്കുള്ള യാത്ര തുടങ്ങും. ആ ടൈമിലാണ് ഹീറോയിൻ ഒരു ആറ് കാണുന്നത്. ഹീറോയിൻ ചോദിക്കും നമ്മൾ ശരിയായ റൂട്ടിലാണ് പോകുന്നതെന്ന്. കാരണം ആറൊഴുകുന്ന റൂട്ടിലല്ല നമ്മൾ പോകുന്നതെന്ന് ഹീറോയിൻ പറയും. ഇത് കേട്ട് എയ്ഡൻ നോക്കുമ്പോഴോ ആറൊഴുകുന്ന റൂട്ടിൽ തന്നെയായിരുന്നു അവർ പോയതും. എയ്ഡൻ പറയും കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ കറക്റ്റ് ആണല്ലോ പോകുന്നതെന്ന്. ഹീറോയിൻ രണ്ടാമത് നോക്കുമ്പോഴാണ് കാണുന്നത് കറക്റ്റ് റൂട്ടിലാണ് പോകുന്നതെന്നുള്ളത്.
ഇതെല്ലാം കണ്ട ഹീറോയിന് എന്താണ് നടക്കുന്നതെന്ന് ഒന്നും പിടികിട്ടുന്നില്ലായിരുന്നു. ഈഡനാണോ പറ്റിക്കുന്നത് അതോ കാർഡാണോ പറ്റിക്കുന്നതെന്ന് ഹീറോയിന് അറിയില്ലായിരുന്നു. കാരണം ഇന്നലെ രാത്രി ആ പെൺകുട്ടി അങ്ങനെയും കൂടി പറഞ്ഞതുകൊണ്ട് ഹീറോയിന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരും കുറച്ച് നടക്കുമ്പോഴാണ് ഈഡന്റെ ഫോണിൽ ഹീറോയിന്റെ വോയിസ് കേൾക്കുന്നത്. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും, നീ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയായിരുന്നുവെന്ന്. ഈഡൻ പറയും, ഞാനിത് കഥ എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഇത് കേട്ട ഹീറോയിൻ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ഹീറോയിൻ പെട്ടെന്ന് ചോദിക്കും, നീ എന്തിനാണ് ടെറിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെയും എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളെ രണ്ടുപേരും തട്ടിക്കൊണ്ടു പോകാനാണോ എന്ന്. ഇത് കേട്ട ഈഡനും ഒന്നും പിടികിട്ടില്ല, ഇവൾ എന്തൊക്കെയായി പറയുന്നതെന്ന്. ആ ടൈമിലാണ് ഹീറോയിൻ ഈഡനോട് ഫോൺ ചോദിക്കുന്നത്. ഈഡൻ ആദ്യം കൊടുക്കില്ല, പക്ഷേ ഹീറോയിൻ അത് തട്ടിപ്പറിക്കും. ഹീറോയിൻ അതിൽ ഫോട്ടോസ് എടുക്കുമ്പോഴാണ് ടെറിയുടെ കുറേ ഫോട്ടോസ് കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ ഷോക്കായി പോവും. നിന്റെ ഫോണിൽ എങ്ങനെ ടെറിയുടെ ഫോട്ടോസ് വന്നതെന്ന് ഹീറോയിൻ ചോദിക്കും. ഇത് കേട്ട ഈഡൻ, എൻ്റെ ഫോണിലോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങാനേ നോക്കും. പക്ഷേ ഹീറോയിൻ അത് കൊടുക്കില്ല. ഈഡൻ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ ഹീറോയിൻ അത് കൊടുക്കാതെ ആ കാട്ടിൽ നിന്ന് ഓടിപ്പോകും. ഹീറോയിൻ്റെ ഓട്ടം കണ്ട ഈഡൻ ഇനി അങ്ങോട്ട് പോകല്ലെന്ന് പറയും. കാരണം അത് ഉൾക്കാട്ടിലേക്കുള്ള വഴിയായിരുന്നു. പക്ഷേ ഹീറോയിൻ അതൊന്നും കാര്യമാക്കാതെ ഉൾക്കാട്ടിലേക്ക് തന്നെ പോകും. ആ ടൈമിലാണ് ഗൈഡ് രണ്ടുപേരെയും അന്വേഷിച്ച് വരുന്നത്. പക്ഷേ ടെൻറ്റ് കാലിയായിരുന്നു. അവിടെ ഹീറോയിനും ഇല്ലായിരുന്നു, ഈഡനും ഇല്ലായിരുന്നു. അങ്ങനെ ഹീറോയിനും ഉൾക്കാട്ടിലൂടെ നടക്കും. പണ്ട് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ കയ്യിലൊരു കയറുമെടുത്ത് പലയിടത്തും കെട്ടിക്കൊണ്ട് ഹീറോയിൻ മുമ്പോട്ട് നടക്കും. അപ്പോഴൊക്കെ ഹീറോയിൻ്റെ അടുത്ത് പല മരണപ്പെട്ടവരുടെ ആത്മാക്കളും ബോഡിയും ഒക്കെ നിൽക്കുന്നതായിട്ട് ഹീറോയിന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ മാക്സിമം പേടിക്കാതെ നിൽക്കും. ആ ടൈമിലാണ് ഹീറോയിൻ്റെ പുറകിൽ ഒരു പ്രേതം വരുന്നത്. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും പേടിക്കും. അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. ഓടിയ അവൾ ഒരു കുഴിയിലേക്ക് വീഴുകയും ചെയ്യും. ഈ ടൈമിൽ കാടിന് പുറത്ത് ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ കുറേ പോലീസുകാരുമായിട്ടാണ് വന്നത്. തൻ്റെ ഗേൾ ഫ്രണ്ട് അനിയത്തിയെ തേടിപ്പോയെന്നും ഇപ്പോൾ അവളെ കാണാനില്ലെന്നും അവൻ പോലീസിനോട് പറയും. ആ ടൈമിൽ അവിടെ ഗൈഡും ഉണ്ടായിരുന്നു. ഗൈഡും പുള്ളിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയും. അങ്ങനെ എല്ലാവരും കൂടി കാട്ടിലേക്ക് യാത്ര തുടങ്ങും. ഈ ടൈമിൽ ഹീറോയിൻ ആ കുഴിയിൽ പെട്ടുകിടക്കുകയായിരുന്നു. അവൾ പുറകിലൂടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനായി പോകും. ആ ടൈമിലാണ് യൂണിഫോം ഇട്ട കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയിൻ ചോദിക്കും, നീ എന്താ ഇവിടെ? നീ എങ്ങനെ ഇവിടെ വന്നെന്ന്. ആ കുട്ടിയാണെങ്കിലോ, ടെറി നിന്നെ അന്വേഷിക്കുന്നുണ്ട്, പാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകും. ഹീറോയിൻ പുറകെ പോകുമ്പോഴോ പെട്ടെന്ന് ആ കുട്ടിയെ കാണില്ല. ഹീറോയിൻ ഫ്ലാഷ് അടിക്കുമ്പോഴാണ് കാണുന്നത്. പെട്ടെന്ന് ആ കുട്ടി പ്രേതമായി നിൽക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും പേടിക്കും. അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. ഓടുന്ന വഴിയിലും അവളുടെ കൂടെ കുറേ പ്രേതങ്ങളുള്ളതായിട്ട് അവൾക്ക് തോന്നിക്കും. അങ്ങനെ ഹീറോയിൻ അവിടെ കിടന്ന് കുറേ അലറും. ഇവളുടെ ശബ്ദം കേട്ട് ഈഡൻ അങ്ങോട്ടേക്ക് വരും. ഇവളെ ഈഡനോട് രക്ഷിക്കാനായി പറയും. ഇത് കേട്ട ഈഡൻ കയറെടുക്കാനായി പോകും. ആ ടൈമിൽ ഒറ്റയ്ക്കായ ഹീറോയിന് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഈഡൻ കയറുമായി വരും. ഹീറോയിൻ എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റും. നീ എന്തിനാ എൻ്റെ വാക്ക് വിശ്വസിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഈഡൻ ചോദിക്കും. അതോടൊപ്പം തന്നെ ഈഡൻ ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് പറയും, ഇത് നീ വെച്ചോ, കാട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി. അഥവാ ഞാൻ ചതിക്കുകയാണെങ്കിൽ ഈ കത്തി വെച്ച് നീ എന്നെ കുത്തി കൊന്നോളാനും ഈഡൻ അവളോട് പറയും. അങ്ങനെ അവർ വീട്ടിൽ യാത്ര തുടങ്ങും. നടന്ന് രാത്രിയാകും. ആ ടൈമിലാണ് അവിടെ അവർ ഒരു വീട് കാണുന്നത്. രണ്ടുപേരും അതിനകത്തേക്ക് കയറും. അത് ശരിക്കും ഒരു റേഡിയോ സ്റ്റേഷനായിരുന്നു. അവിടെ കുറേ ഡിവൈസും ഉണ്ടായിരുന്നു. ഈഡൻ അതിലൊന്ന് ഓപ്പൺ ആക്കാൻ നോക്കും, പക്ഷേ പറ്റുന്നില്ലായിരുന്നു. ഈഡൻ ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിച്ച ശേഷം അത് ഓപ്പൺ ആക്കാനായി നോക്കും. ആ ടൈമിലാണ് ഹീറോയിൻ അവിടെ ബേസ്മെൻറ്റിലേക്കുള്ള ഡോറ് പോലൊന്ന് കാണുന്നത്. അതിൻ്റെ അടുത്തേക്ക് പോയ ഹീറോയിൻ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കും. അതായത് ടെറിയുടെ ശബ്ദം കേൾക്കും. ആ ടൈമിലാണ് ഡോറിനടിയിലൂടെ ഒരു പേപ്പർ വരുന്നത്. അതെടുത്ത് വായിക്കുമ്പോഴോ ഈഡനെ വിശ്വസിക്കില്ല. അവനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടതെന്നായിരുന്നു. അത് ടെറി എഴുതിയതായിരുന്നു. ഇത് കാണുമ്പം ഹീറോയിൻ്റെ നല്ല ദേഷ്യം വരും. കാരണം ഹീറോയിനെ ഈഡനെ ഓൾറെഡി ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ ഇരുന്ന കത്തിയെടുത്ത് ഈഡനെ ആക്രമിക്കാനേ തുടങ്ങും. അപ്പം നീയാണ് എൻ്റെ അനിയത്തിയെ തട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ ഹീറോയിൻ ചോദിക്കും. ഇതൊക്കെ കേട്ട ഈഡൻ കുറെ തടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലോ ഹീറോയിൻ്റെ കത്തിയുടെ കുത്ത് ഈഡൻ ഏറ്റിട്ടുണ്ടായിരുന്നു. ഈഡൻ അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ ഹീറോയിൻ ബേസ്മെൻറ്റിലേക്കുള്ള ഡോറ് തുറക്കും. അവിടെ താഴേക്കൊരു വഴിയുണ്ടായിരുന്നു. ആ ടൈമിൽ ഹീറോയിൻ പണ്ട് പറഞ്ഞ കഥയുണ്ടല്ലോ, ഇവളുടെ അച്ഛൻ മരണപ്പെട്ട് കിടന്നതും ടെറി നോക്കി നിന്നതുമൊക്കെ, അത് ഹീറോയിൻ വീണ്ടും കാണും. ഹീറോയിൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ചെറുപ്പത്തിലുള്ള ടെറി എന്തോ നോക്കി നിൽക്കുന്നതായിട്ട് കാണും. ഹീറോയിൻ അവിടേക്ക് പോയി നോക്കുമ്പോഴോ അത് അവളുടെ അച്ഛൻ്റെ ബോഡിയായിരുന്നു. നീ ഇതൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ ടെറിയുടെ കണ്ണു കുത്തും. എന്നിട്ട് മുകളിലേക്ക് പറഞ്ഞു വിടും. ആ ടൈമിലാണ് അവളുടെ അച്ഛൻ പ്രേതമായി വരുന്നത്. പ്രേതമായ പുള്ളി ഹീറോയിൻ്റെ കയ്യിൽ കയറി പിടിക്കും. ഹീറോയിൻ കുറേ വെടിയിപ്പിക്കാൻ നോക്കും, പക്ഷെ പറ്റുന്നില്ലായിരുന്നു.
ആ ടൈമിലാണ് ഹീറോയിൻ കത്തിയെടുത്ത് അവളുടെ അച്ഛൻ്റെ കൈ അറുത്തു വിടുന്നത്. അറുത്ത ശേഷം അവൾ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുകയും ചെയ്യും. ഈ ടൈമിലാണ് ടെറിയെ കാണിക്കുന്നത്. ടെറി അവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ ശബ്ദം കേട്ട ടെറി ആ ശബ്ദം എവിടെ നിന്നാണെന്നറിയാൻ അവിടെ നിന്നിറങ്ങി ഓടും. പക്ഷെ ഓടിയ ടെറി എത്തുന്നതോ ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെയും പോലീസുകാരുടെയും അടുത്തായിരുന്നു. അങ്ങനെ ടെറി അവരുടെ മുമ്പിൽ സേഫ് ആകും. പക്ഷെ അവിടെ നിന്ന് ഹീറോയിൻ കുറെ ഓടും. ഓടിയെത്തുന്നതോ വീണ്ടും ആ യൂണിഫോം ഇട്ട പെണ്ണിൻ്റെ മുമ്പിൽ. നീ വീണ്ടും എൻ്റെ വഴി മുടക്കാൻ വന്നതാണോ? ഇവിടുന്ന് പോകാൻ ഹീറോയിൻ പറയും. ആ ടൈമിലാണ് ആ കുട്ടി ഹീറോയിൻ്റെ കയ്യിലേക്ക് നോക്കുന്നത്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഹീറോയിൻ ശരിക്കും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ റേഡിയോ സ്റ്റേഷനിലെ ബേസ്മെൻറ്റ് വെച്ച് ഹീറോയിൻ അറുത്തത് അവളുടെ കൈ തന്നെയായിരുന്നു. അവളുടെ അച്ഛനെയും പഴയ ടെറിയെയും ഒക്കെ കണ്ടത് അവളുടെ ഓർമ്മയായിരുന്നു. അങ്ങനെ മരണപ്പെട്ട ഹീറോയിൻ്റെ ആത്മാവിനെ മറ്റു കുറേ ആത്മാക്കൾ മണ്ണിനടിയിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതായിട്ടും നമ്മളെ കാണിക്കും. പിന്നീട് ബോയ് ഫ്രണ്ടും പോലീസുകാരും ടെറിയെ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ആ ടൈമിൽ ഹീറോയിൻ ടെറിയെ വിളിക്കുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നും. പക്ഷേ കാട്ടിൽ നിന്നിറങ്ങുമ്പം ആ ശബ്ദം നിൽക്കുകയും ചെയ്യും. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ടെറിയെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും അവിടുന്ന് പോകും. പക്ഷേ ഗൈഡ് അവിടുന്ന് പോയിട്ടില്ലായിരുന്നു. അപ്പോഴേ പറഞ്ഞതാ ഈ കാട്ടിലേക്ക് പോകണ്ടെന്ന്. പക്ഷേ പോയിട്ടിപ്പം എന്തായി എന്നൊക്കെ ഓർത്ത് ഗൈഡ് അവിടെ നിൽക്കും. ആ ടൈമിലാണ് എന്തോ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോഴോ ഹീറോയിൻ്റെ പ്രേതം അവിടെ നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടിൽ നിന്ന് ഒരാൾ പുറത്ത് വരണമെങ്കിൽ ആ കാട്ടിലുള്ള ഒരാൾ മരണപ്പെടണം. ശരിക്കും എയ്ഡൻ്റെ ഫോണിൽ ടെറിയുടെ ഫോട്ടോയും ആറൊഴുകുന്നതും അതോടൊപ്പം തന്നെ ഹീറോയിൻ്റെ അച്ഛനെ കണ്ടതുമൊക്കെ ഹീറോയിൻ്റെ തോന്നലായിരുന്നു. അങ്ങനെ ഒടുവിൽ ഗൈഡ് ഹീറോയിൻ്റെ പ്രേതത്തെ കാണുമ്പം ഈ മൂവിയും അവിടെ തീരും.